ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. 4 മാസം നീണ്ടുനിന്ന ഒടമല മകാം ആണ്ടുനേർച്ചയുടെ സമാപന പരിപാടികൾ മെയ് 16 മുതൽ 19 വരെ നടക്കും. മകാം സിയാറത്ത്, മതപ്രഭാഷണം, നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ്, സ്നേഹസംഗമം, മൗലീദ് പാരായണം, അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികൾ സമാപനത്തോടനുബന്ധിച്ച് നടക്കും. സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് 16 രാത്രി 7 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ്സ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷെരീഫ് റഹ്മാനി നാട്ടുകൽ മുഖ്യപ്രഭാഷണം നടത്തും. 17 രാത്രി 7 മണിക്ക് നടക്കുന്ന നൂറെ അജ്മീർ ആത്മീയ മജ്ലിസ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകും. 18 വൈകിട്ട് 4 മണിക്ക് സ്നേഹസംഗമം നടക്കും. 19 രാവിലെ 9 മണിക്ക് മക്കാം സിയാറത്തിനും മൗലീദ് പാരായണത്തിനും ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകും. തുടർന്ന് 10:30 ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ നേർച്ചയ്ക്ക് സമാപനമാകും. കഴിഞ്ഞ ജനുവരി 15 സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിച്ചതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമായത്. നേർച്ചാ പരിപാടിയിൽ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കും നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ആയിരങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഷെയ്ഖ് ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നേർച്ചയുടെ സമാപനം മെയ് 16 മുതൽ 19 വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുന്നു. സമാപന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് 16 വ്യാഴാഴ്ച നടത്തപ്പെടുന്ന മതപ്രഭാഷണം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഷെരീഫ് റഹ്മാനി നാട്ടുകൾ മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയുടെ 2ാം ദിവസം നടക്കുന്ന നൂറെ അജ്മീർ സദസ്സ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ കെ ആലിക്കുട്ടി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് പ്രാർത്ഥന മജ്ലിസിന് നേതൃത്വം നൽകുന്നു. 18 ശനിയാഴ്ച വിവിധ മതനേതാക്കൾ പങ്കെടുക്കുന്ന സ്നേഹസംഗമവും 19 രാവിലെ മൗലീദ് പാരായണവും നടത്തപ്പെടുന്നു. മൗലീദ് പാരായണത്തിന് ഏലംകുളം ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. തുടർന്ന് ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ചയുടെ സമാപനം കുറിക്കുന്നു.